താങ്കളെ പറ്റി ഒരു കാര്യം ഹേമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിരുന്നു. ഹൈദരാബാദിൽ പോയിരുന്നു. എന്നിട്ട് അവര് പറയുന്നത് എന്താ വെച്ചാൽ ചുവര് മുഴുവനോ ഹമാസിന്റെ പോസ്റ്ററാണ് അവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നതെന്ന്. അപ്പോ ഓവൈസിയോട് ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, താങ്കൾക്ക് പാസ്പോർട്ടും വിസയും ഞാൻ റെഡിയാക്കി തരാം, താങ്കൾ ഗാസയിലേക്ക് പോകൂ, പക്ഷെ അവിടേക്ക് പോകാതെ ഇവിടെ കിടന്ന് താങ്കൾ ബഹളം ഉണ്ടാക്കുകയാണ്. ഹേമന്തോ ബിശ്വ ശർമ്മ നന്ദി കാണിക്കുന്ന കാര്യത്തിലൊക്കെ അദ്ദേഹം കുറച്ച് മറന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം വളരെ നന്ദിയോടെ ഇരുന്നതാണെന്ന്. ഹമാസിന്റെ പോസ്റ്റർ ഹൈദരാബാദിൽ ഒരു സ്ഥലത്ത് ഒട്ടിച്ചിട്ടില്ലായിരുന്നു. ഹേമന്ത് ബിശ്വ ശർമ്മ നുണ പറഞ്ഞിരുന്നതായിരുന്നു. നോക്കൂ, പലസ്തീന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്തതാ. ഇന്ത്യയുടെ സർക്കാർ, മോഡിയുടെ സർക്കാർ പാലസ്തീന്റെ സ്റ്റാമ്പ് റിലീസ് ചെയ്തതായിരുന്നു. ഹേമന്ത് ബിശ്വ ശർമ്മയുടെ അടുത്ത് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ചീൻ നമ്മുടെ 2000 സ്ക്വയർ ഫീറ്റുള്ള ഏരിയയാണ് ആക്രമിച്ചെടുത്തിരിക്കുന്നത്. ടെപ്സാക്കണൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയിരിക്കുവാണ്. അവിടെ ഇരുന്ന SP മോഡിജിയുടെ അടുത്ത് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ 65 പാട്രോളിക് പോയിന്റ്സിലോട്ട് പോകാൻ കഴിയില്ലെന്നാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഹേമന്ത് ബിശ്വ ശർമ്മയുടെ അടുത്ത് ഞാൻ എന്താ റിക്വസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളോട് അങ്ങോട്ട് പോകാനല്ല പറഞ്ഞത്, നിങ്ങളുടെ RSS ഡ്രസ് ഒന്നും ഇട്ടുകൊണ്ട് പോകാൻ പറഞ്ഞതല്ല. ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, എന്നെയും പിന്നെ രജത് ശർമ്മ സാറിനെയും ക്യാമറയോടൊപ്പം ഡെംഷാങ് ഡെപ്സയിലോട്ട് വിളിച്ചോണ്ട് പോകണം. അവിടെ എന്താ സംഭവിക്കുന്നത് ഞങ്ങൾക്ക് കാണണം, അത്രേ ഉള്ളൂ. അത് മാത്രം മതി ഞങ്ങൾക്ക്.